ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സ്കോളർഷിപ്പുകളുടെ ലാസ്റ്റ് ഡേറ്റ്, അതായത് അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ചില സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്തുകയാണ്. അപ്പോൾ ഓരോ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വിവിധ സ്കോളർഷിപ്പുകളുടെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിൽ ചില സ്കോളർഷിപ്പുകളുടെ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്കോളർഷിപ്പിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് വിദ്യാർത്ഥികൾക്ക്, അതായത് ഹൗ ടു അപ്ലൈ എന്നുള്ള രീതിയിലുള്ള ഡീറ്റെയിൽഡ് സ്കോളർഷിപ്പിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സ് എന്നുള്ള ആ ഒരു പ്ലേലിസ്റ്റിൽ ഓരോ സ്കോളർഷിപ്പിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയും ഈ രീതിയിൽ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ നമുക്ക് നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഇനിയും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ചില എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇൻഫർമേഷൻ അത് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പ്, അതായത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, സാധാരണ രീതിയിലെല്ലാം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, അതായത് OBC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പ് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പ് അതിൻ്റെ അപേക്ഷ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ 25/1/2025 വരെ വിദ്യാർത്ഥികൾക്ക് വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി, അതേപോലെ തന്നെ ഡിഗ്രി, പ്രൊഫഷണൽ, നോൺ പ്രൊഫഷണൽ, ഡിപ്ലോമ ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് വിദ്യാസമൃദ്ധി സ്കോളർഷിപ്പ്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വിദ്യാർത്ഥികൾ 25/1/2025 അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓൾറെഡി നമ്മുടെ ചാനൽ തന്നെ പ്ലേലിസ്റ്റിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, അതായത് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പ്. നേരത്തെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന OBC കാറ്റഗറിയിൽപ്പെട്ട ചില വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം, അതായത് ഏതൊക്കെ കാറ്റഗറിയാണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, OBC വിഭാഗത്തിൽപ്പെട്ട ചില കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പ്. ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക 20/1/2025 നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 20/1/2025 വരെയാണ്. ഇപ്പോൾ നിലവിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വീണ്ടും മാറുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ അറിയിക്കും. ഇപ്പോൾ രണ്ടാമത്തത് കെടാവിളക്ക് സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾ ഡേറ്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകളുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതോടൊപ്പം തന്നെ മൈനോറിറ്റി വെൽഫെയറിൻ്റെ കീഴിൽ കേരള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 3 സ്കോളർഷിപ്പുകളാണ് ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത് നമുക്ക് നോക്കാം. ഓരോ വീഡിയോയും സെപ്പറേറ്റ് നമ്മുടെ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, അതായത് മൈനോറിറ്റി വെൽഫെയറിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പായിട്ടുള്ള ഫസ്റ്റ് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് ഇനിയും വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. 3/2/2025 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ ഗവൺമെൻറ്, അതേപോലെ എയ്ഡഡ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ ഈ പറയുന്ന ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഡീറ്റെയിൽ വീഡിയോ ജസ്റ്റിസ് പ്ലേലിസ്റ്റിലുണ്ട്. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊക്കെ നോർമൽ മൈനോറിറ്റി വെൽഫെയറിൻ്റെ കീഴിലെ എല്ലാ സ്കോളർഷിപ്പുകളും, അതായത് വിദ്യാർത്ഥികളുടെ പേരൻസ് അത് മാക്സിമം ഇയർലി 8 ലക്ഷത്തിന് മുകളിൽ ഈ പറയുന്ന വരുമാന പരിധി ഉണ്ടാകാൻ പാടില്ല. 8 ലക്ഷം വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലാണ് എല്ലാ മൈനോറിറ്റി വെൽഫെയറിൻ്റെ കീഴിലെ സ്കോളർഷിപ്പ് വരുന്നത്. അപ്പോൾ ഒന്നാമത് APJ അബ്ദുൽ കലാം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും അവസാനമായിട്ട് വിളിച്ച സ്കോളർഷിപ്പാണ് CH മുഹമ്മദ് മെമ്മോറിയൽ സ്കോളർഷിപ്പ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 3/2/2025 വരെയാണ്. ഈ 2 സ്കോളർഷിപ്പിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 3/2/2025 വരെയാണ്. CH മുഹമ്മദ് സ്കോളർഷിപ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, പെൺകുട്ടികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതായത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഡിഗ്രി, PG ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും OBC എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുസ്ലിം, അതേപോലെ ക്രിസ്ത്യൻ കാറ്റഗറി, അതേപോലെ സിഖ്, ജെയിൻ, പാർസി, ബുദ്ധ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട, അതായത് OBC വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ
ഈ രീതിയിലുള്ള മൈനോറിറ്റി വെൽഫെയറിൻ്റെ കീഴിൽ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പായിട്ടുള്ള മദർ തെരേസ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും രജിസ്ട്രേഷൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്, ഓപ്പൺ ആണ്. അപ്പോൾ ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപ്ലൈ ചെയ്യുക. അതായത് നേഴ്സിംഗ്, അതേപോലെ ഡിപ്ലോമ, അതേപോലെ തന്നെ പാരാമെഡിക്കൽ. അപ്പോൾ നേഴ്സിംഗ്, ഡിപ്ലോമ, അതായത് GNM കോഴ്സ്, അതേപോലെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ കോളേജിൽ അണ്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് MTS സ്കോളർഷിപ്പ്. ഇപ്പോഴും രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു സംവിധാനം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ എല്ലാ സ്കോളർഷിപ്പും തെറ്റുകൂടാതെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പ് നടത്തിയതിനു ശേഷം നിങ്ങൾ സ്കോളർഷിപ്പ് നിങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ലഭിച്ചു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്കോളർഷിപ്പ് തിരഞ്ഞെടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പിൻ്റെയും റൂൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്കിനെയും അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻകം, അതായത് വരുമാനത്തിൻ്റെയും പരിധിയെ ആശ്രയിച്ചാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുക. അത്തരത്തിൽ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ബാങ്ക് പാസ്ബുക്കൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾ അക്കൗണ്ടിൽ തന്നെ ക്യാഷ് വരുന്ന രീതിയിലാണ് ഒട്ടുമിക്ക സ്കോളർഷിപ്പുകളും. അതുമായി ബന്ധപ്പെട്ടുള്ള ഫർദർ ഫോളോ അപ്പ് നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്, പഠിച്ച സ്ഥാപനത്തിലും നിങ്ങൾക്ക് അതിൻ്റെ ഫോളോ അപ്പ് നടത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും വളരെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.